ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ തിരുവചനങ്ങൾ. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഒരിക്കൽ ഒരു കർഷകന്റെ ഭവനത്തിലെ കുളത്തിൽ മനോഹരമായ, ആ നാട്ടിലെങ്ങും കാണപ്പെടാത്ത ഒരു നീല താമര വിരിഞ്ഞു. ആ അമൂല്യ പുഷ്പം കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. പലരും ആ പുഷ്പത്തിന് വിലപേശാൻ തുടങ്ങി. ആദ്യം ഒരു വ്യാപാരി അതിൻ്റെ മൂല്യം മനസ്സിലാക്കി ഒരു മോഹവില പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ഈ രാജ്യത്തിൻ്റെ മന്ത്രിക്ക് സമർപ്പിക്കാൻ ഈ പുഷ്പം എനിക്ക് തരണം. എന്നാൽ കർഷകൻ അത് ആ വ്യക്തിക്ക് നൽകുന്നില്ല. പിന്നീട് ആ പുഷ്പം കൈക്കലാക്കാൻ വരുന്നത് മന്ത്രി തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്: ഇത് ഈ രാജ്യത്തിൻ്റെ രാജാവിന് സമർപ്പിക്കാനായിട്ട് നീ പറയുന്ന വിലയ്ക്ക് ഞാൻ എടുത്തുകൊള്ളാം, ഇതെനിക്ക് തരണം. പക്ഷേ കർഷകൻ അപ്പോഴും ആ പുഷ്പം മന്ത്രിക്ക് പോലും നൽകുന്നില്ല. പിന്നീട് അവിടെ എത്തുന്നത് ഒരു സാധുവായ സന്യാസിയാണ്. അദ്ദേഹം പറയുന്നു: എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷേ ഭഗവാന് സമർപ്പിക്കാൻ ഈ പുഷ്പം എനിക്ക് തരാമോ? കർഷകൻ പറയുന്നുണ്ട്: ഞാനും അങ്ങയോടൊപ്പം വരാം, നമുക്കൊരുമിച്ച് ഇത് ഭഗവാന്റെ പാദാന്തികത്തിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ജീവിതം, അത് ആരുടെ പാദാന്തികത്തിലാണ് അർപ്പിക്കുന്നത് എന്നതിലാണ് അതിൻ്റെ മൂല്യം അടങ്ങിയിരിക്കുന്നത്. ഈ ജീവിതം ക്രിസ്തു എന്ന സ്വർഗീയ ഗുരുവിൻ്റെ അരികിൽ അർപ്പിക്കുമ്പോൾ അവൻ അതിനൊരു സ്വർഗീയ മൂല്യം നൽകും. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ആ ശുശ്രൂഷയുടെ 3 ദൗത്യങ്ങൾ വിശുദ്ധ മർക്കോസ് വിവരിക്കുന്നുണ്ട്. തന്നോട് കൂടെ ആയിരിക്കുക, വചനം പ്രസംഗിക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. ഇവിടെ ഈശോ 1-ാം സ്ഥാനം നൽകുന്നത് കൂടെ ആയിരിക്കുക എന്ന കാര്യത്തിനാണ്. ജ്ഞാനസ്നാന ജലം തലയിൽ വീണ എല്ലാ ക്രിസ്ത്യാനികൾക്കും ശിഷ്യത്വത്തിൻ്റെ ഈ വിളി അവൻ നൽകുന്നുണ്ട്. തന്നോട് കൂടെ ആയിരിക്കാൻ എന്ന് പറയുമ്പോൾ ദൈവം പോലും ഒരു കൂട്ട് ആഗ്രഹിക്കുന്നതായി കാണാം. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അവൻ ഉറപ്പു തരുമ്പോൾ ഒന്നുറപ്പാണ്: ജീവിതത്തിലെ പ്രലോഭനങ്ങളുടെ ഗെത്സമനിയിൽ കൂടെ ആയിരിക്കേണ്ടവരായ നാം അവനെ വിട്ട് ഓടിപ്പോയാലും അവൻ നമ്മെ കൈവിടില്ല. മലമുകളിലേക്ക് വിളിക്കപ്പെട്ട് ഇതുപോലെ ദൈവത്തോട് കൂടെ ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്, മോസസ്. മോശ മല ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചിരുന്നതായി വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നും ശക്രാരിയിലിരുന്ന് ഈശോ ഒന്ന് കൂടെ ആയിരിക്കാമോ എന്ന് നമ്മുടെ ആത്മാവിൽ മന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്നും അവനിരിക്കുന്ന മലമുകളിലേക്ക് കയറിച്ചെല്ലാം. ഒന്ന് ഉറപ്പാണ്: ഒരു അപ്പോസ്തലനായി ജീവിതത്തിലേക്ക് നീ തിരിച്ച് അയക്കപ്പെടുമ്പോൾ നിന്റെ മുഖത്തും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ആ പ്രകാശത്താൽ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ നീ അതിജീവിക്കും. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു.